വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവരോടും ഈദ് മുബാറക്. അപ്പൊ നമ്മുടെ ഇന്ന് പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ കാര്യങ്ങളൊക്കെ എന്നത്തെയും പോലെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ സാപ്പി പോണത് തന്നെ ഞാൻ വേഗം എടുത്തതാണ് കേട്ടോ. അപ്പൊ എന്റെ കൂളിയൊക്കെ കഴിഞ്ഞാലാണ് ഞാൻ തട്ടം കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കണത്. കൂളിയൊക്കെ കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഫോൺ എടുത്തിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എല്ലാ പ്രാവശ്യം ഞാൻ ഇത് മുടങ്ങാണ്ട് പറയാറുണ്ട്. അടുത്ത പ്രാവശ്യം ശരിയാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ആംബ്രൂനെ കുളിപ്പിക്കണം, ഡ്രസ്സ് മാറണം. അത് കഴിഞ്ഞിട്ട് അവനക്കൊന്ന് പുറത്തേക്ക് പോണത്രേ. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആംബ്രൂന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ക്രീം തേക്കാൻ വേണ്ടി കെടുത്തേക്കാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കെടുക്കണത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഞാൻ പിന്നെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കൂട്ടെ, അപ്പോൾ അവിടെ കെടുക്കും. അപ്പം എന്നോട് ഇങ്ങനെ പിക്കബൂ എന്നൊക്കെ പറയട്ടെ, ആ ഒരു എന്താ കാർട്ടൂൺ ഇല്ലേ, അപ്പം അതുപോലെ ഇങ്ങനെ കാണിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ച് കെടുത്തുട്ടാ. കാരണം ആംബ്രൂന്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്രീം തേച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആവും. അപ്പോൾ പരമാവധി ഞാൻ അവൻ്റെ പിന്നാലെ നടന്നിട്ടാണെന്നുണ്ടെങ്കിലും ക്രീം തേക്കും. ഇപ്പോൾ വലുതായപ്പോൾ നല്ല ക്രീം അവിടെ ഇവിടെ എത്തലൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് അവനക്ക് ഇങ്ങനെ കയ്യില്ലാത്തൊരു ബനിയനും ട്രൗസറാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബനിയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനക്ക് ഇഷ്ടമാവണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട അത് പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റൈൽ കാണിക്കണത്. പുതിയ ഡ്രസ്സൊക്കെ ഇപ്പോൾ കണ്ട നന്നായിട്ട് മനസ്സിലാവും കേട്ടോ ആംബ്രൂന്. അപ്പോൾ ഞങ്ങൾ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇനി അവനക്ക് പാല് വേണം എന്നുള്ളതിൻ്റെ സിഗ്നലാണ് ഈ കെടുക്കണത്. കിടന്നിട്ട് വീണ്ടും പിക്കബൂന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവനക്ക് പാല് കൊടുക്കണം. അതിന് ശേഷം റെഡിയൊക്കെ ആക്കിയിട്ട് സാപ്പിയുടെ കൂടെ പോവാണ് കേട്ടോ. സാപ്പി പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവർ രണ്ടാളും പുറത്തേക്ക് പോവാണ്. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആംബ്രു പോയി കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉമ്മ അതവിടെ കറിയും ചോറൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ സെപ്പറേറ്റ് ആണ് വെക്കണത്. ബീഫ് കറിയും പിന്നെ നെയ്ച്ചോറൊക്കെയാണ് കേട്ടോ വെച്ചേക്കണത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതാ ആംബ്രു വന്ന് ആംബ്രുവിനെ ഞാൻ ഉറക്കിയിട്ടോ. ഉറങ്ങണ ആ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തില്ല. പിന്നെ എണീറ്റപ്പോൾ ഉപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാടെ കൂടെ ഇരുന്ന് കളിക്കുകയാണ്. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കളിക്കും. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചോറ് കൊടുക്കുക. അപ്പോൾ ചോറ് ഇന്ന് അവനക്ക് പെരുന്നാളല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് നെയ്ച്ചോറ് കൊടുക്കുക വിചാരിച്ചു കേട്ടോ. കഴിക്കണത് കഴിച്ചിട്ട് എന്തായാലും അധികം കഴിക്കില്ല. അവൻ അങ്ങനെ നെയ്ച്ചോറൊന്നും അധികം കഴിക്കാറില്ല കേട്ടോ. ആ ഒരു ഫസ്റ്റത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വാങ്ങി കഴിക്കും. പിന്നെ കാണാൻ നടന്ന് തുപ്പണത് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്ത സമയത്ത് ഞാൻ വൈകിട്ട് ഒന്നല്ലെങ്കിൽ മത്തങ്ങയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ഒക്കെ വേവിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക വൈകിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് കൊടുക്കുക വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പാടെ കൂടെ ഇരുന്നിട്ട് നല്ല കളിയാണ് മോളുകൊണ്ടിട്ടാ. ചോറും കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ആംബ്രൂവിനാണ് കേട്ടോ കൊടുക്കണത്. രാവിലെ നിന്ന് ഞങ്ങൾ ചായ കുടിക്കണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണത്. അപ്പോൾ ആംബ്രൂവിന് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ആംബ്രൂവിന് ഇതാ ഫസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഞാൻ എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, പകുതി മതി എന്ന് പറഞ്ഞിട്ട് പകുതി അതിലേക്ക് ഇടുകയാണ് കേട്ടോ. കാരണം വെറുതെ എന്തിനാ നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഇത്ര ചോറാണ് നമ്മൾ ആംബ്രൂവിന് കൊടുക്കണത്. അത് കഴിച്ച ഭാഗ്യം. അപ്പോൾ ഞാൻ പരമാവധി ഞാൻ ഉടച്ചിട്ടാണ് കേട്ടോ എടുക്കണത്. ഞാനിങ്ങനെ കുറച്ചേശയാണ് കേട്ടോ കൊടുക്കുക. കാരണം ആംബ്രൂവിന് വായിൽ വെച്ചിരിക്കണ ഒരു സ്വഭാവം ഉണ്ട്, അറക്കില്ല. അപ്പോൾ കുറച്ചേശ ആവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കൊടുത്താൽ ഇറങ്ങിപ്പോവും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഫുഡ് കൊടുക്കുക. എല്ലാവരും ഓരോ തരാണ്. കാരണം എല്ലാ ഉണ്ണികൾക്കും ഓരോരോ സ്വഭാവമല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഉണ്ണിയുടെ സ്വഭാവം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ ഞാൻ കുറച്ചേശ ചോറ് കൊടുക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കും, അപ്പം ഇറങ്ങിപ്പോവും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വായിൽ അത് വെച്ചിട്ട് കരിപ്പേ പോവാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെ ആംബ്രൂവിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പകുതിയാണ് കഴിക്കുള്ളൂ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വൈകിട്ട് എന്തെങ്കിലും കൊടുക്കാം. കാരണം കുറച്ച് കഴിഞ്ഞ് എന്തായാലും വിശക്കും. കാരണം വയറ് നിറഞ്ഞിട്ടില്ല ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ വായിൽ നിങ്ങൾക്ക് ആംബ്രൂവിൻ്റെ വായ കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, വായിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ആ ഒരു ചോറ്. അപ്പോൾ സാപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അകത്തിരുന്നിട്ടാണ് കേട്ടോ ചോറ് കഴിക്കണത്. അപ്പോൾ സാപ്പി ഫസ്റ്റ് ഇരുന്നു. തൊട്ടപ്പുറത്ത് ആംബ്രു ഇപ്പോഴും ചോറിറക്കി. ആംബ്രൂവിൻ്റെ കവിള് കണ്ടാൽ മനസ്സിലാവും വായിൽ ഇപ്പോഴും ചോറ് പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാപ്പി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാനും പിന്നെ ഉപ്പയും കൂടിയിട്ടാട്ടോ ഇരുന്ന് കഴിക്കണത്. കുട്ടാപ്പ് എന്തോ വരുന്നുള്ളൂ. ഉമ്മ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു. സാപ്പി ചോറ് കഴിച്ചിട്ട് രസമുണ്ട് എന്നാണ് കേട്ടോ ഈ പറയണത്. അതിന് ശേഷം ഞാനും കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യത്തിലധികം ചോറ് തിന്ന് കയറ്റിയിട്ട് എനിക്ക് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. ഉപ്പതാ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ച് നല്ല ഉറക്കം വന്നിട്ട് ഇരിക്കട്ടോ. ഇവിടെ ഒരാൾ കരഞ്ഞിട്ടിരിക്കുന്നുണ്ട്, കാണിച്ചു തരാം. എന്താ പറ്റി? എന്തേ
ഉമ്മ റൂം അടച്ച് പോയി, അതിന് വിഷമിച്ചിരിക്കുകയാണ് എന്റെ ആമ്പുരു. അപ്പൊ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. ഇനി നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ പോവാന്. സാപ്പിക്ക് 5 മണിയാകുമ്പോൾ ഒരു സ്ഥലം വരെ പോവാണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ആമ്പൂർ ഇവിടെ ഇരുന്ന് കളിക്കാണ് കേട്ടോ. അയ്യാ ആമ്പൂർ ഇവിടെ ഇരുന്ന് കളിച്ചാനീ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ ഒരു പെരുന്നാൾ വ്ളോഗ്. എന്തോരുണ്ട് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യവും നമ്മള് ബിസി ആയി പോയി. എന്ത് ചെയ്യാനാ? അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. അടുത്ത പ്രാവശ്യം ആമ്പൂർ ഒന്നും കൂടി വലുതാവും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ എടുക്കാം. ഇന്നിപ്പോൾ എന്തായാലും വൈകിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം. അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പെരുന്നാൾ കിട്ടാം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ബൈ. ഹായ് ഗായ്സ്, ഞാൻ എൻ്റെ വ്ളോഗിലൊന്നും ഈദ് മുബാറക്ക് ഒന്നും പറഞ്ഞില്ല കേട്ടോ. നിന്നോട് പറയണ നീ ഇന്ന് എന്റെ വ്ളോഗിൽ ഈദ് മുബാറക്ക് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ആരോടെ ബിരിയാണി തിന്നിട്ടേ ബോധം പോയി. അപ്പൊ ഗൈസ് നമ്മളിനി റെഡി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് ഇനി ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പൊ ഇതാണ് ആംബ്രൂവിന്റെ ഡ്രസ്സ്. സാപ്പിയാണ് കേട്ടോ ആംബ്രൂവിന് ഇന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണത്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഇടുന്ന കുറച്ച് ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സ്. ഞാൻ റെഡിമെയ്ഡ് കളറാണ് ഞാൻ എടുത്തിക്കുന്നത്, മഞ്ഞ കളർ. ആംബ്രു ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. പോവല്ലേ? അപ്പോൾ ഇനി ഫോട്ടോ എടുത്തിട്ട് കാണാം. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ വന്നത്. റെഡി ആവാണ്ട് നമ്മൾ റോഡിന്റെ അവിടെ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ അവിടെ പോയിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാണ്ട് ഇതാ ആംബ്രു കാറിന്റെ ഉള്ളിൽ കുട്ടാപ്പൂന്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. അയ്യോ, ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോവാണ്. ആംബ്രൂവിന്റെ നമ്മള് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോ മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ആംബ്രൂവിനായിട്ടുള്ള ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. 1-2 ഫോട്ടോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് കിട്ടിയിട്ടുണ്ട്. ഉറക്കം വരുന്നുണ്ട്, അതിന്റെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മൾ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ കൊണ്ടുവന്നത്. ഞാൻ സംസാരിക്കണേനാണ് കരയണത്. അപ്പൊ ഗായ്സ് എത്തി നോക്കണ എന്റെ പെരുന്നാൾ ഫുള്ളായി കഴിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പേരും കൂടി കാണാണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും പോയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഇവരിനൊക്കെ നിങ്ങൾ എൻ്റെ വ്ളോഗിൽ മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ ഒരാൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരാളല്ല കേട്ടോ, 2 ആൾ. അപ്പോൾ തസ്നിയാത്തി റാഫിക്കയാണ്, അവർ പുറത്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഓളായിരിക്കും കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പം. അപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയപ്പോൾ തന്നെ അവർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതാ ആംബ്രു ഇവിടെ ഇരുന്ന് നല്ല കളിയാണ് കേട്ടോ. കുറെ കളിക്കാനുള്ളതൊക്കെ ആംബ്രുവിന് കിട്ടിയിട്ടുണ്ട്. ആംബ്രുവിന്റെ കൂടെ കളിക്കാൻ വേറെ ഒരാളിനെയും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് 2 ആളും കൂടിയിട്ട് നല്ല കളിയാണ്. ഇവിടെ വന്ന് കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞാലാണ് എനിക്ക് എൻ്റെ പെരുന്നാൾ പൂർത്തിയായെന്ന് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. ആംബ്രു നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ ദാ ചായയും പലഹാരമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ച് പിന്നെ സമയം പോയപ്പോൾ ആംബ്രുവിന് വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതാ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പം സാപ്പീനെ കാത്ത് ഞാനും ആംബ്രുവും ഇപ്പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഗൈസ് ഞങ്ങളുടെ ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിശ്വസിക്കണു. ഞാൻ പെരുന്നാളിന് ഇതാ ഇവിടെ മാത്രമാണ് കേട്ടോ. നമ്മൾ പെരുന്നാളിന് അങ്ങനെ പ്രത്യേകിച്ച് പുറത്ത് പോകണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എന്നത്തെയും പോലെ പോകാൻ പറ്റാറില്ല കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ ഉമ്മനെ കണ്ടിട്ടില്ല. ഉമ്മ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പൊ ഗൈസ് സാപ്പയും കുട്ടാപ്പും ട്രിപ്പ് പോവാണ് കേട്ടോ പെരുന്നാളായിട്ട്. ഞാനും ഉമ്മയും ആമ്പും ഇനി ഒറ്റയ്ക്കാവും. അപ്പൊ ദാ കുട്ടാപ്പും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉമ്മനെ കാണാനില്ല. അപ്പൊ ഇത്ര ഉള്ളൂ ഗൈസ് നമ്മുടെ പെരുന്നാൾ വ്ളോഗ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിലാണ്. അതുവരെ ടാറ്റാ, ബൈ ബൈ.